മൂന്നാം സ്ഥാനത്താണ് കേരളം സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ എന്ന കണക്കാണ് പുറത്തു വന്നത്. കേരളത്തിൽ കൂടുതലായി സൈബർ വേൾഡിൽ ആൾക്കാർ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു 100% ലിറ്ററസിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കൊണ്ടാണ് നമ്മൾ കൂടുതലായി ഇടപെടലുകൾ നടത്തുന്നത്. ഇപ്പം നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന മൊബൈല്, ഇതിലെ എല്ലാ ആപ്ലിക്കേഷനെയും പറ്റി നമുക്ക് ബോധമുണ്ടോ? ഈ പാറ്റ ഉണ്ടാക്കിയ പ്രശ്നം ചില്ലറയല്ല. നമ്മുടെ സൈബർ ലോകത്ത് ഒരു പരിഹാസം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ കഴിയും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അത് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ, അതിലൊരു മിസ്യൂസ് നടക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ നമുക്ക് ഒഴിവാക്കാം. ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെയാണ് അതിനെ നമുക്കൊന്ന് പ്രതിരോധിക്കാൻ സാധിക്കും? അതിൽ ഏറ്റവും കൂടുതൽ വിക്ടിമായിട്ടുള്ളവർ ഒരു ഏജ് കഴിഞ്ഞവരായിരിക്കും. ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവരാണ്. പക്ഷെ ധാരണ ഇല്ലാത്തവരാണ്. ആ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ സൈബർ ക്രൈമുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇല്ലാതെ ഉണ്ടാവും. ഈ സൈബർ ക്രൈമുകളിലെ വിക്ടിംസ് എന്ന് പറയുന്നത് പലരും പഴയ ജനറേഷനിൽപ്പെട്ടവരാണ്.